ഓരോ ദിവസവും ഓരോന്ന് പൊങ്ങി വരും, ഓരോ മാക്രികൾ പൊങ്ങി വരും. അഖിൽ മാരാറിന്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടാൽ മനസ്സിലാവും അത് ആരെ കുറിച്ചാണ് ഉദ്ദേശിച്ചതെന്ന്. എനിക്ക് തോന്നുന്നു അത് ശാരികയെ കുറിച്ചാണെന്നാണ് എന്റെ ഒരു ഇത്. എന്ന് വെച്ചാൽ എന്തൊക്കെയോ വന്ന് വിളിച്ചു പറയുന്നു കേട്ടോ. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. എന്തായാലും ഞാൻ ഒന്ന് ഇവിടെ കാണിക്കാം, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. ഹായ്, ഹലോ, നമസ്കാരം. ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. ചിലവരുടെ ബഹളം കാണുമ്പോൾ, ചിലവരുടെ ഈ ഒരു ഓവർ കോൺഫിഡൻസും ഞാനെന്ന ഭാവവും കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാനാവില്ല. പറഞ്ഞു വരുന്നത് നമ്മുടെ അഖിലിനെ കുറിച്ചാണ്. അല്ല, അഖിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അഖിൽ മാരാർ അദ്ദേഹം ആരാണെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. ആക്ച്വലി ഇത് ലൈവാണ്, സത്യം എനിക്ക് ചിരി വരാറുണ്ട്. നേരത്തെ ഞാൻ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു മനുഷ്യനാട്ടോ. അയ്യോ, താങ്കളുടെ ബഹുമാനമൊന്നും ആവശ്യമില്ല, ബഹുമാനിക്കാൻ ഒരുപാട് പേരുണ്ട്. പിന്നെ അത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ആരാണെന്നാണ് ഇങ്ങനെ വിചാരം എന്നുള്ളത്. എന്തായാലും സരികയേക്കാൾ ആൾക്കാർക്ക് ഇഷ്ടമുള്ളതും ഒരുപാട് ഫാൻ ബേസും ഉള്ള ഒരു മനുഷ്യനാണ് ഈ പറയുന്ന അഖിൽ മാരാർ. നമുക്കത് പറയുവാണെങ്കിൽ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാം. ഈ പറഞ്ഞ ശാരികയും അഖിൽ മാരാറും കൂടെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഒരു ലൈവ് ഇട്. ആരുടെ ലൈവിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ആർക്കാണ് ഫാൻസ് ഉള്ളതെന്നും എല്ലാം അറിയാൻ പറ്റും. ശാരികയുടെ ലൈവ് ഇടുമ്പോൾ എത്ര പേര് കാണുമെന്ന് നമുക്കറിയാം. അഖിൽ മാരാറൊക്കെ ഒരു ലൈവ് ഇട്ടാൽ അത് മാക്സിമം ആൾക്കാർ അത് കാണാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. അതുപോലെ അഖിൽ മാരാർ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ ആൾക്കാർക്കെല്ലാം താല്പര്യവുമാണ്. അതുപോലെ അന്യായ ഫാൻ ബേസ് ഉണ്ട് കേട്ടോ. ഈ പറയുന്ന പോലെ ആരാണെന്നൊക്കെ ചോദിച്ചല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്യായ ഫാൻ ബേസ് ഉള്ള ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി വിന്നർ. ഓക്കെ, അത് ഇറക്കി വെച്ച് ആരും ഇറക്കി വിട്ട ആൾക്കാരല്ല. തീപ്പെട്ടിക്കൊള്ളി ഉറച്ചുകൊണ്ട് അവിടെ തീ പടർത്താൻ പോയ ആൾക്കാരൊന്നും അല്ല. അല്ലെങ്കിൽ താനാണ് ലേഡി ബിഗ് ബോസ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ താനാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് അവിടെ പോയി ഗെയിം കളിക്കാൻ പോയ ആളൊന്നുമല്ല. നല്ല വെടിക്കെട്ടായിട്ട് ഗെയിമൊക്കെ കളിച്ച് ജനങ്ങളുടെ മനസ്സിൽ കയറിയ ഒരാൾ. എനിക്കിപ്പോ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ചിരിയാണ് വരുന്നത്. ഇപ്പൊ ശൈത്യ സന്തോഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. അതായത് അവര് BB7 ഒരു കണ്ടസ്റ്റന്റ് ആണ്. അവര് കട്ടപ്പ എന്ന് പറഞ്ഞ ഒരു പേരിട്ട് അവരെ ആൾക്കാർ വിളിക്കുന്നു. എനിക്കിപ്പോഴും ജനങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ അഖിലിനെ അറിയാമെങ്കിൽ അഖിലും കൂടെ പറഞ്ഞു തരണേ. എന്തിനായിരിക്കും അവരെ നിങ്ങൾ കട്ടപ്പ എന്ന് വിളിക്കുന്നത്? ഞങ്ങൾ അകത്തുള്ള കണ്ടസ്റ്റൻസിനും പുറത്തുള്ള കണ്ടസ്റ്റൻസിനും അറിയത്തില്ല എന്തുകൊണ്ടാണ് ശൈത്യ സന്തോഷിനെ ഇന്നും കട്ടപ്പ എന്ന് വിളിക്കുന്നത്. അതിന് ശരിയായ ഉത്തരം നിങ്ങൾ ഏഷ്യാനെറ്റിനോട് തന്നെ ചോദിച്ചാൽ ഏഷ്യാനെറ്റ് തന്നെ കൃത്യമായിട്ട് അതിനുള്ള ഉത്തരം തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് നിങ്ങൾ കട്ടപ്പ എന്ന് വിളിക്കുന്നത്? ഏഷ്യാനെറ്റാണ് ഇത് കൂടുതലും കട്ടപ്പ എന്നുള്ളത് വെളിയിലേക്ക് വിട്ടത്. പിന്നിൽ നിന്ന് കുത്തുന്നത് ആരെ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ശൈത്യയെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ അവർ അമ്മ തന്നെ അതിന് താഴെ വന്ന് കമന്റ് ഇടുകയും ചെയ്തതാണ്. ഓക്കെ, അപ്പം അത് ഏഷ്യാനെറ്റോട് തന്നെ പോയി നേരിട്ട് ചോദിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് കട്ടപ്പ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഖിൽമാരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. പബ്ലിക്കിനോട്, ഈ സീസൺ കണ്ട പബ്ലിക്കിനോട് ആരോട് ചോദിച്ചാലും അവരതിന് മറുപടി തരുന്നേ ഉള്ളൂ. നമുക്കിനി എപ്പോഴും മറുപടി പറയാൻ വയ്യ. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്നും അറിയാം. പക്ഷെ എന്തെങ്കിലും അഖിലിനെ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അഖിൽ വന്നിനി ശാരികയും കൂടെ ചൊറിയുമ്പോഴത്തേക്ക് ശാരികയ്ക്ക് ഇങ്ങനെ ഫീൽഡിൽ ഇങ്ങനെ നിൽക്കാമല്ലോ. അതാണ് ശാരികയുടെ ഉദ്ദേശം. എനിക്ക് അഖിൽമാരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇത് ഏറ്റെടുക്കാൻ പോകരുത് എന്നുള്ളതാണ്. അനുമോൾക്കെതിരെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അനുമോൾക്കെതിരെ എന്താണ് പ്രവർത്തിച്ചത് ഇന്നും അനുമോൾ തുറന്നിട്ടില്ല. BB7 എന്ന ആ ഒരു സീസൺ അവസാനിച്ചു. PR കൊണ്ടോ അല്ലാതെയോ പകുതി കളിച്ചിട്ടോ എങ്ങനെയോ അനുമോൾക്ക് കപ്പ് കിട്ടി. അത് ജനങ്ങൾ അംഗീകരിച്ചു. അനുമോളുടെ ഷോസും അനുമോളുടെ ഉദ്ഘാടനങ്ങളൊക്കെ അനുമോള് മുന്നോട്ട് പോകുന്നു. തനിക്ക് PR കൊണ്ടല്ല കിട്ടിയതെന്ന രീതിയിൽ വെളുപ്പിക്കാൻ പലയിടത്തും പല ശ്രമങ്ങൾ നടത്തുന്നു. അതൊക്കെ അനുമോൾക്ക് PR കൊണ്ടാണ് കിട്ടിയതെന്ന് പറയിപ്പിക്കാൻ നിങ്ങളും വെളുപ്പിക്കാൻ അനുമോളും. ഓക്കെ, ആയിക്കോട്ടെ, അതൊക്കെ സമ്മതിച്ചു. അതുപോലെ തന്നെ അനുമോൾ എന്തിനാ നിങ്ങളോട് മറുപടി പറയണം? അനുമോൾക്ക് തോന്നുന്നില്ല നിങ്ങളോട് മറുപടി പറയാൻ. അതുകൊണ്ടാണ് അനുമോൾ വാ തുറക്കാത്തത്. അതുകൊണ്ട് ആ കൊച്ചു അതുവഴി ജീവിച്ചു പോകുന്നു. ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ലൈവ് ഇട്ടുകൊണ്ടേയിരിക്കും. അത് അതിൻ്റെതായ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിലുമായിട്ട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും അതിൻ്റെ ജീവിതം സെറ്റപ്പായി ആ ജീവിതത്തിലെ കൂടി അത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ സഹിക്കത്തില്ല. എന്നുവെച്ചാൽ നിങ്ങളൊക്കെ യൂണിയൻ നമുക്കറിയാമല്ലോ. ആ യൂണിയനിലാവുമ്പം സപ്പോർട്ട് ചെയ്തല്ലേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ ശാരിക അവിടെ പോയിരുന്നോട് ഞാൻ വലിയ ഗെയിമർ ആണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ എല്ലാമോ കാണിച്ചു. ഒരു ഗെയിമറും അല്ലെന്നും അവിടെ എന്താ കാണിച്ചതെന്നും ഈ പബ്ലിക് മൊത്തവും കണ്ടതാണ്. പിന്നെയും നിങ്ങളല്ലേ ഈ വെളുപ്പിക്കാൻ വന്നിരിക്കുന്നത്. നിങ്ങളെ തന്നെ നിങ്ങൾ വെളുപ്പിക്കാൻ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്നു. അത്രേ ഉള്ളൂ. ഇഷ്ടം അനുമോൾ എന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ. കപ്പ് എന്തായാലും അനുമോൾക്ക് കിട്ടി. ദാറ്റ് ഇസ് റിയാലിറ്റി അല്ലെ? സെക്കൻഡ് റണ്ണറപ്പും ഫസ്റ്റ് റണ്ണറപ്പും തേർഡ് റണ്ണറപ്പും ഒക്കെ അവരുടേതായ തിരക്കുകളാൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. മറ്റു കണ്ടസ്റ്റൻസ് അവരുടെ ജോലികളിൽ മുഴുകുന്നു. മറ്റുള്ളവരൊക്കെ ബിസിയാണ്. അവർ ഓട്ടോമാറ്റിക്കായിട്ട് ബിസി ആകും. എന്താ വെച്ചാൽ ഈ 3 പേരെയും ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഈ പറയുന്ന അനീഷ്, ഈ പറയുന്ന അനുമോള്, ഷാനവാസ്, നെവിൻ. എന്തിനാ കൂടുതൽ പറഞ്ഞത് നെവിൻ? ഈ 4 പേരും നല്ലതുപോലെ ബിസി തന്നെയാണ്. എന്ന് വെച്ചാൽ അവരെ എല്ലാം ജനങ്ങൾ അംഗീകരിച്ചതാണ്. നിങ്ങളെ ഒന്നും പോലെ നേരത്തെ ഇറക്കി വിട്ടതല്ല. അവർക്ക് കുറച്ച് വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാലും ടോപ്പ് 5-ൽ വന്ന് ജനങ്ങളുടെ ഇഷ്ടപ്രകാരം ടോപ്പ് 5 വന്ന ആൾക്കാരാണ്. ടോപ്പ് 5 വരാൻ അർഹരായവരാണ്. അത് കഴിഞ്ഞു.
ആ ഒരു മിനിമം ബോധമെങ്കിലും കാണിച്ചുകൂടെ അഖിലെ നിങ്ങൾക്ക്? പിന്നെ ഒരാളെ പുറകെ നടന്ന് ആക്രമിച്ചാൽ, അതും തന്റെ സീസണിലല്ലാത്ത ഒരാൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആക്രമിച്ചാൽ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിച്ചു പോകും. അത് തന്നെ ശൈത്യം ചെയ്തുള്ളൂ. അപ്പൊ അഖില് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ BB7 പങ്കെടുത്ത മത്സരാർത്ഥികൾ പരസ്പരം പോരടിക്കുന്നതും കുത്തിപ്പറയുന്നതും ചൊറിയുന്നതും ഒക്കെ സ്വാഭാവികം. 2 വർഷം മുമ്പ് നടന്ന സീസണിലെ മത്സരാർത്ഥിയായ അഖിൽ മാരാർക്ക് ഇതിലെന്താണ് കാര്യം? അഖിൽ മാരാർക്ക് കാര്യമുണ്ട്. അഖിൽ മാരാർ ഒരു പബ്ലിക് അല്ലേ? അതുപോലെ തന്നെ അഖിൽ മാരാർ ബിഗ് ബോസ് സീസൺ 5 വിന്നറാണ്. അപ്പം ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാനുള്ള എല്ലാ അവകാശവും ഈ പറയുന്ന അഖിൽ മാരാർക്കുണ്ട്. അതിൽ സീസൺ 7 മത്സരാർത്ഥികളെന്നോ സീസൺ 6 മത്സരാർത്ഥികളെന്നോ ഒന്നും ഒരു വേർതിരിവും ഇല്ല. പുള്ളിക്ക് വേണേൽ 1ാമത്തെ സീസൺ മുതലുള്ള കാര്യങ്ങൾ സംസാരിക്കുക. എന്ന് വെച്ചാൽ അവിടെ പോയി ഗെയിം കളിച്ച് വിന്നറായ ആളാണെന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം, ഒരുമാതിരിപ്പെട്ടവരൊന്നും വിന്നർ ആവത്തില്ല. അതുപോലെ ജനസപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വിന്നർ ആവത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അഖിലെ എന്ന് വിളിക്കുന്നുണ്ട്. അഖിൽ മാരാരോട് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, ഇതിന് മറുപടി കൊടുക്കാൻ നിൽക്കരുത്. ഇവരെ ഒന്നും ഇനി ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വരരുത്. ഇവരവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ. ഇവരെ പോലുള്ളവര് ഇതൊന്നും മറുപടി കൊടുക്കാൻ നിന്നാൽ ഇതിനേ സമയം കാണത്തുള്ളൂ. ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അയാളുടെ സ്റ്റാൻഡേർഡ്, അയാളോട് കുറച്ചൊക്കെ ബഹുമാനം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പൊ വന്നിരുന്ന് ലൈവിൽ ഇരിക്കുന്നത് തന്തയ്ക്കും തളയ്ക്കും വിളിക്കാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നിപ്പോകും അഖിൽ മാരാർ. കാരണം ഷാനവാസൊക്കെ എത്രയോ ഭേദം. അയാളുടെ ഗെയിമിന്റെ ഭാഗമായിട്ട് മത്സരാർത്ഥികളെ അപ്പനും അമ്മയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ലാലേട്ടൻ വാണിജ്യ പുള്ളിയെ നിർത്തി. ഈ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, പബ്ലിക്കിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇടയ്ക്ക് രേണുസുതിയെ വെച്ചൊക്കെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തായിരുന്നു. ആരും ശ്രദ്ധിച്ചൊന്നുമില്ല. ഇപ്പൊ ആരും അങ്ങനെ രേണുസുതിയുടെ കണ്ടന്റ് ഒന്നും എടുക്കുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം, എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എടുക്കാൻ ശ്രമിക്കാറില്ല. എന്ന് വെച്ചാൽ ശാരികയുടെ കൂടെയാണ് കൂടുതൽ ഇന്റർവ്യൂ. 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, രേണുസുതിയുടെ കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോ രേണുസുതിയൊക്കെ എടുക്കേണ്ട എന്ന് എല്ലാവരും തീരുമാനിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാവരും എടുത്തപ്പോ റിയാക്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യാനുണ്ട്. എന്നാലും ആരും അത് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. അതുപോലെ തന്നെയാണ് ഈ ശാരികയുടെ വിഷയവും. ഞാൻ വിചാരിച്ചിട്ട് എടുക്കണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അഖിൽ മാരാറിനെ ഇതിനകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത്. മറ്റൊന്നും കൊണ്ടല്ല. ഇവർക്ക് അസൂയ, കുശുമ്പ് ഇതൊക്കെയാണ്. എന്ന് വെച്ചാൽ ശൈത്യ അവിടെ ന്യായീകരിക്കാൻ വന്നതാണ്. അഖിൽ മാരാറിനെ പറയുമ്പോൾ അഖിൽ മാരാർ ഇപ്പൊ ഈ പറയുന്ന ശാരികയ്ക്ക് എതിരായിട്ട് വീഡിയോ ഇടും. അപ്പോൾ ഈ ശാരികയ്ക്ക് വേണമെങ്കിൽ ഹോട്ട് സീറ്റിൽ പോയിരുന്നോണ്ട് അല്ലെങ്കിൽ വേറെ 2 പേരെ വിളിച്ചിട്ട് അഖിൽ മാരാറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞൊക്കെ ലൈവൊക്കെ വന്ന് പബ്ലിക്കിൽ ഇങ്ങനെ നിൽക്കാം. ഇവരുടെയൊക്കെ ഉദ്ദേശം ഇത് തന്നെയാണ്. അതുകൊണ്ട് അഖിൽ മാരാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലൊന്നും പിടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സീസൺ 5 ഒരു മത്സരാർത്ഥി ഉണ്ട്. എന്നുവെച്ചാൽ അഖിൽ മാരാർ ഇപ്പോഴും കപ്പ് വാങ്ങിച്ചതായിട്ട് വിശ്വസിക്കാത്ത ഒരു മത്സരാർത്ഥി ഉണ്ട്. ആ മത്സരാർത്ഥിയാണ് ഇതിന്റെയൊക്കെ പുറകിൽ നിന്ന് ചരട് വലിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്ന് വെച്ചാൽ അതിന്റെ അസൂയം കുശുമ്പും പിന്നെ മാറത്തേ ഇല്ല. അതിന്റെ അതും ഈ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളാണ്. മനസ്സിലായില്ലേ? ഇവർക്കൊരു, ഞാൻ പറഞ്ഞ നേരത്തെ പോലെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇവരിപ്പോ ഒരുമിച്ച് തന്നെ കോർണർ ചെയ്യാൻ വരും. പക്ഷെ അതുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ഇവർക്ക് അത് ന്യായീകരിച്ചേ പറ്റത്തുള്ളൂ. ഇവരുടെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുവരണമല്ലോ. ഇനിയും അടുത്ത സീസൺ 8 ആകുമ്പോഴും ഇതുപോലെ ആദ്യം മുതൽ ഒരുപാട് പേര് പുറത്താകും. അവരെ വിളിച്ചുകൊണ്ടൊരു ടൂറൊക്കെ പോകണം. ആദ്യമേ ഇവർ ടൂറാണ് പോകുന്നത്. 6-7 പേരൊക്കെ ഔട്ടായി കഴിയുമ്പോഴത്തേക്ക് അവരെ എല്ലാം ഒന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് ഇവർക്കെല്ലാം നമ്മൾ ഈ മെമ്പർഷിപ്പ് എടുപ്പിക്കുമല്ലോ. മെമ്പർഷിപ്പ് എടുത്തിട്ട് ഒറ്റ പോക്ക എവിടെയെങ്കിലുമൊക്കെ ടൂർ പോയി ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഒന്നായി. പിന്നെ ഇവര് മറ്റുള്ള മത്സരാർത്ഥികൾക്കെതിരെ കോർണർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഈ പ്രാവശ്യം അനുമോൾക്കെതിരെയാണ് കോർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.